വെറുമൊരു വനവാസിയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഈ വലിയ ലക്ഷ്യം കൈവരിച്ചതെന്ന് ഈ ലോകത്തോട് എങ്ങനെ വിളിച്ചു പറയും? വെള്ളക്കാരന്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പുകഞ്ഞു. എങ്ങനെയെങ്കിലും കരിന്തണ്ടനെ അവസാനിപ്പിക്കണം, അതുവഴി ഈ രഹസ്യം ഇല്ലാതാക്കണം. എന്നാൽ കാടിനെ അറിയുന്ന മൂപ്പനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. കുശാഗ്ര ബുദ്ധിക്കാരായ സായിപ്പും കൂട്ടാളികളും ഒളിച്ചിരുന്ന് ആക്രമിക്കാനുള്ള കരിനീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. രാവന്തിയോളം വഴിവെട്ടുവാൻ മൂപ്പൻ അവരെ സഹായിച്ചപ്പോഴൊക്കെയും മൂപ്പന് എങ്ങനെയും ഒറ്റയ്ക്ക് കിട്ടാൻ വഴികളാലോചിച്ച് സായിപ്പ് താൻ വേട്ടയ്ക്ക് പോയെന്ന് എല്ലാവരോടും കള്ളം പറഞ്ഞു. തന്നെ തേടിയിറങ്ങുന്ന മൂപ്പനെ തക്കം പാർത്തിരുന്ന് വെടിവെച്ച് വീഴ്ത്താനായിരുന്നു പദ്ധതി. വിചാരിച്ചതുപോലെ തന്നെ മൂപ്പൻ സായിപ്പിനെയും അന്വേഷിച്ചിറങ്ങി. വഴിയിൽ ഉന്നം പിടിച്ച് ഊഴം കാത്തിരുന്ന സായിപ്പ് മൂപ്പന് നേരെ കാഞ്ചി വലിച്ചു. കണ്ണു തുറന്നപ്പോൾ ഉന്നം തെറ്റിയിരിക്കുന്നു. കാടിളകി വരുന്ന കാട്ടുപന്നിയെപ്പോലും ഞൊടിയിടയിൽ വെടിവെച്ചിടുന്ന സായിപ്പിന് തന്റെ ഉന്നം പിഴച്ചത് എങ്ങനെയെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. ഇതിനിടെ തന്നെ വലിയ പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് സായിപ്പ് ചില പ്രദേശവാസികളെ തന്റെ വിശ്വസ്തരാക്കിയിരുന്നു. അവരിൽ നിന്നാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും മൂപ്പനെ കാക്കുന്ന ആചാരവളയെക്കുറിച്ച് സായിപ്പ് പറയുന്നത്. പണിയ സമുദായത്തിന്റെ മൂപ്പനായതുകൊണ്ട് തന്നെ ചില പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും കരിന്തണ്ടനുണ്ടായിരുന്നു. ആ പദവിയുടെ ചിഹ്നങ്ങളായ പട്ടും വളയും പരമ്പരാഗതമായി മൂപ്പന് ലഭിച്ചിരുന്നു. ഇതോടൊപ്പം കന്നുകാലികളെ മേയ്ക്കാനായി ഒരു കോലും മിന്നുന്ന ഒരു അരിവാളും ഗോത്രാധികാര ചിഹ്നമായിരുന്ന ഒരു വളയുമായിരുന്നു കരിന്തണ്ടന്റെ കയ്യിലുണ്ടായിരുന്നു. ഇവ കയ്യിലുള്ളപ്പോൾ ആർക്കും തന്നെ മൂപ്പനെ അപായപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർ സായിപ്പിനെ അറിയിച്ചു. ശരി, എന്നാൽ എപ്പോഴാണ് മൂപ്പൻ നിരായുധനായിരിക്കുന്നതെന്ന് കണ്ടെത്തി അറിയിക്കൂ, സായിപ്പ് തന്റെ കൂട്ടാളികളോട് പറഞ്ഞു.